സർക്കാർ ഇതര ഏജൻസികളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതിൽ വലിയ സന്തോഷം തന്നെയുള്ളത്. ഓരോരുത്തരും അവനെ കൊണ്ട് കഴിയുന്ന അതിലപ്പുറമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് നേടിത്തരാൻ കഴിഞ്ഞിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായിക്കൊണ്ട് ഈ വർഷത്തെ കേരള കൗമുദി ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയായിക്കൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭ ഹരിതകർമ്മസേനയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപാട് മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് നഗരസഭ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും വലിയ അംഗീകാരമായിക്കൊണ്ടാണ് ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയായിക്കൊണ്ട് കേരള കൗമുദി പെരിന്തൽമണ്ണ നഗരസഭയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊരു അംഗീകാരം തേടിയെത്തിയതിൻ്റെ വലിയ സന്തോഷ നിമിഷങ്ങളിലാണ് പെരിന്തൽമണ്ണയിലെ ഹരിതകർമ്മ സേന ടീം അംഗങ്ങൾ. മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടും അംഗസംഖ്യ കൊണ്ടും കേരളത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഹരിതകർമ്മസേനയാണ് പെരിന്തൽമണ്ണയിലേത്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശേഖരിച്ച് വേർതിരിക്കുന്ന സംസ്ഥാനത്തെ ഏക നഗരസഭ കൂടിയാണിത്. പെരിന്തൽമണ്ണ നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഹരിതകർമ്മസേനാംഗങ്ങളുടെ കാര്യക്ഷമമായ പ്രവൃത്തിയും നഗരത്തിലെ മാലിന്യം മുഴുവൻ തുടച്ചു നീക്കണമെന്ന ഭരണസമിതിയുടെ ദൃഢനിശ്ചയവും തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയായി പെരിന്തൽമണ്ണയിലെ ഹരിതകർമ്മസേന മാറിയത്. ജനങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. ലഭിക്കുന്ന ഓരോ അവാർഡുകളും നഗരസഭയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തോടെ പ്രതികരിക്കുന്നത്? വളരെ സന്തോഷമുണ്ട്. നമ്മൾ അവാർഡിനായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ജനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് കണ്ട് സർക്കാർ ഇതര ഏജൻസികളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതിൽ വലിയ സന്തോഷം തന്നെയുള്ളത്. ഏറെ മികച്ച പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം അംഗീകാരങ്ങൾ ലഭ്യമാകുന്നതെന്നോ സന്തോഷമുണ്ട്. അത് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊരു പ്രചോദനമാണ്. അതേപോലെ തന്നെ അതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൂടി ഹരിതകർമ്മസേനയ്ക്ക് ലഭിച്ച ഈ അംഗീകാരത്തിന് പുറകിലുണ്ട്. കേരളത്തിൽ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പെരിന്തൽമണ്ണയിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇനിയും വിശേഷങ്ങളേറെയാണ്. ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി 2 വാഹനങ്ങൾ സ്വന്തമായുള്ള ഏക ഹരിതകർമ്മസേന കൂടിയാണിത്. നമ്മളോടൊപ്പം ഹരിതകർമ്മസേനയുടെ ഇൻചാർജുള്ള 32ാം വാർഡ് കൗൺസിലർ സന്തോഷ് ചേരുകയാണ്. എന്തായാലും വലിയ ഒരു അംഗീകാരത്തിന്റെ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിനാണല്ലോ. എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്? മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നാമതെത്തി നിൽക്കുന്ന നഗരസഭയാണ്. ഇത് ഘട്ടം ഘട്ടമായിട്ട് നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും വ്യാപാരികളുടെയും പെരിന്തൽമണ്ണയുടെ മൊത്തം പൊതു മനസ്സ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ നിത്യവരുമാനത്തിൽ നിന്നുള്ള ഒരു വിഹിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് 2 വാഹനങ്ങൾ, ഒന്ന് വാർഡുകളിലേക്കും ഇവരുടെ ഹരിതകർമ്മസേനയുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനവും റോഡുകളിൽ നിന്നും അതുപോലെ തന്നെ വാർഡുകളിൽ നിന്നും എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുള്ള ജൈവമാലിന്യം പ്ലാന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനവും ഇവരുടെ കൺസോർഷ്യം പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിൽ സ്വന്തമായിട്ടുണ്ട്. അതും കേരളത്തിൽ മറ്റൊരു നഗരസഭയ്ക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഭവമാണത്. ഇത്തരത്തിലൊരു അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഓരോ അംഗങ്ങളും. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭ ഹരിതകർമ്മ സേന ടീം അംഗങ്ങൾ ചേരുകയാണ്. എന്തായാലും വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ചാനൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്? അതിൽ പങ്കുവെക്കാറിനാൽ ഏറ്റവും നന്ദി പറയേണ്ടത് ഭരണസമിതിനോട്. അതിലേറെ ഭരണസമിതി ഇതിൻ്റെ കൂടെ നിർത്തി തന്നൊരു കൗൺസിലുണ്ട്, സന്തോഷ് മാഷ്. കാരണം ഇവരൊക്കെ പിന്തുണ നമ്മളെ ബാക്കിലുണ്ടെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ്. അവരെ ഒരു സഹകരണം പിന്നാലെ ഉണ്ടാവുകൊണ്ടാണ് ഈ ഒരു അവാർഡ് പെരിന്തൽമണ്ണ ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. എന്താണെന്ന് പറയുക, നല്ലൊരു അനുഗ്രഹം എന്നൊക്കെ പറയാലോ. അത് അവരൊരു ബാക്കിൽ നിന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലാതെ ഒരു ഹരിതകർമ്മസേനയ്ക്ക് ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാൻ പറയാം മാലിന്യം വരുന്നത് ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒറ്റയ്ക്കൊന്നും ആരെക്കൊണ്ടും അങ്ങനെ കൈകാര്യം, ബാക്കിൽ ഇതുപോലെയുള്ള ഒരു ഭരണസമിതി കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത്. അതിന് ഏറ്റവും വലിയ പങ്ക് വെക്കേണ്ടത് ഭരണസമിതിയോടും അതുപോലെ തന്നെ ഭരണസമിതി ഹരിതകർമ്മസേനക്കായിട്ടൊരു കൗൺസിലറെ നിയമിച്ചിട്ടുണ്ട്. ആ കൗൺസിലറോടും ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കലത്. നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിക്കൊണ്ട് തന്നെയാണല്ലോ ഈ അവാർഡ് തേടിയെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ എന്തെല്ലാം മികച്ച പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? മികച്ച പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ
നമ്മളുടെ വേസ്റ്റ് റോട്ടിൽ നിന്നായാലും വാർഡിൽ നിന്നായാലും 34 വാർഡുണ്ട്. 34 വാർഡിൽ നിന്നും നമ്മൾ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കാഴ്ചവെക്കുന്നത്. ഓരോരുത്തരും അവനെ കൊണ്ട് കഴിയുന്ന അതിലപ്പുറമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് നേടിത്തരാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ ഭാഗത്തു നിന്ന് കൗൺസിലർമാരും പിന്നെ ഭരണസമിതി അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗം ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് അവരാണ്. 86 ആളുകളാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ 54 സ്ത്രീകളും 32 പുരുഷന്മാരും ഉണ്ട്. അതിൽ 8 ആൾ ഷോപ്പിൽ പോകുന്നുണ്ട്. 25 ആളുകളോളം വാർഡിൽ. പിന്നെ ബാക്കി നമ്മൾ പ്ലാന്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വണ്ടിയിൽ ലോഡിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളിലും അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് പെരിന്തൽമണ്ണയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. ഇതിനായി നഗരസഭാ ഭരണസമിതിയും പൊതുജനങ്ങളും നൽകിയ പിന്തുണയും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. ചാനൽ ടൺ പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.